നെക്സ്റ്റ് ക്വസ്റ്റ്യനും അതുപോലത്തെ ക്വസ്റ്റ്യനാണ്. ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കിയ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. ഫൈൻഡ് ദി ഇമേജ് of the interior of a triangle bounded by x equal to 1, y is equal to 0 and y is equal to x under the transformation w is equal to z square. അപ്പോൾ എന്താണ് z സ്ക്വയറിന് ഞാൻ ആദ്യം യുവും വിയും എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും വി ഇസ് ഈക്വൽ ടു 2xy എന്നും ആക്കി. എന്നിട്ട് എന്താണ് ആദ്യം എക്സ് ഇസ് ഈക്വൽ ടു 1 ഇട്ടിട്ടൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു, വൈ ഇസ് ഈക്വൽ ടു 0 ഇട്ടൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു, നെക്സ്റ്റ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ഇട്ടൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. ഈ 3 റീജിയൻ്റെ അകത്താണ് എന്ന് നമ്മൾ എഴുതി വെക്കുന്നു. ബേസിക്കലി ഇത്രയും നമ്മൾ എഴുതി വെച്ചാൽ മതി. അവിടെ ഇപ്പം ഇക്വേഷൻ കണ്ട് റീജിയൻ പറയാൻ പാടാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഇവിടെയാണ് അല്ലെങ്കിൽ ഇതാണ് ഇക്വേഷൻ, സോ ഇറ്റ്സ് ബൗണ്ടഡ് ബൈ ദിസ് ഇക്വേഷൻ അവിടെ എഴുതി വെച്ചിരുന്നാലും മതി. പക്ഷെ നമ്മുടെ റീജൻ അറിയണം കേട്ടോ. ഈ 3 ഇങ്ങനെയാണെന്ന് അറിയണം. നമുക്ക് അങ്ങോട്ട് പോകുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമുക്ക് റീജൻ അറിഞ്ഞാലേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നെക്സ്റ്റ് ഓക്കെ. അപ്പോൾ ഫൈൻഡ് ദി ഇമേജ് ഓഫ് ദ റീജിയൻ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z ലെസ് ദാൻ 3 ആൻഡ് ആർഗ്യുമെന്റ് ലെസ് ദാൻ എന്താണ് π/4 അണ്ടർ ദ മാപ്പ് w is equal to z സ്ക്വയർ. ഇങ്ങനെ ആർഗ്യുമെന്റ് എന്ന് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വല്ല സർക്കിൾ എന്ന് വല്ല സർക്കിൾ എന്നല്ല ക്വസ്റ്റ്യനിൽ തന്നെ പറയും. ഇപ്പം ഈ ഒരു കേസ് ആർഗ്യുമെന്റ് എന്നൊരു കേസ് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇവിടെ z is equal to x plus iy എന്നല്ല എടുക്കുന്നത്, പകരം z is equal to r into ei theta എന്നാണ് എടുക്കുന്നത്. ആൻഡ് w is equal to rho into ei phi ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം നമ്മുടെ w is equal to z സ്ക്വയർ. ഇത് ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ ഇങ്ങനത്തെ ആർഗ്യുമെന്റ് ക്വസ്റ്റ്യൻ വരുമ്പം. അപ്പോൾ w is equal to z സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ റോ ei phi is equal to r സ്ക്വയർ e2 i theta. അതിൽ നിന്ന് എനിക്ക് എന്താണ് റോ is equal to റോ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ, റോ is equal to r സ്ക്വയറും phi is equal to 2 theta. കാരണം ഇൻ്റെ ടേംസും ഈ ഫൈൻ്റെ ടേംസും ഞാൻ ഇക്വേറ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് തന്നു 2 ലെസ് ദാൻ മോഡുലസ് ഓഫ് z ലെസ് ദാൻ 3 എന്താണ് നമ്മൾ എഴുതുമ്പോൾ എന്താണ് 2 ലെസ് ദാൻ ആർ ഇസഡ്. അപ്പോൾ എന്തായി നമ്മുടെ ഇവിടെ r ആയി ലെസ് ദാൻ 3. ഇത് ആക്ച്വലി ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് മീൻസ് ഈ നമുക്കൊന്ന് സ്കിപ്പ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകാം. ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വന്ന് എടുത്തു തരാം. കൈൻഡ് ഓഫ് കോംപ്ലിക്കേറ്റഡ് ആണ് ഇങ്ങനത്തെ ഈ ആർഗ്യുമെൻറ്റും ഇതൊക്കെ വരുന്നത്. നമ്മൾ ഇത്ര നേരം പഠിച്ചെന്ന് വെച്ചിട്ട് വ്യത്യസ്തമായി വന്നുകൊണ്ട്. Next question, find the image of the line x is equal to plus or minus π/2 under the mapping w is equal to sin z. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം യുവും വിയും കണ്ടുപിടിക്കണം. എന്നിട്ട് എന്താണ് x is equal to plus π/2ഉം x is equal to minus π/2യ്ക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഫൈൻഡ് ദി ഇമേജ് എന്ന് പറയുമ്പോൾ സെയിം രീതിയിൽ. അപ്പം w is equal to sin z. sin z എന്ന് പറഞ്ഞാൽ u plus iv. sin z എന്താണ് ഞാൻ x plus iy എന്ന് സ്പ്ലിറ്റ് ചെയ്തു. അപ്പം sin a plus b എന്ന് പറഞ്ഞാൽ sin a cos b plus cos a sin b ആണ്. അപ്ലൈ ചെയ്തു. cos iy എന്ന് തന്നെ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. cos hy എന്നാക്കണം. sin iy എന്താണ് i sin hy എന്നും ആക്കണം. അപ്പം എനിക്ക് എന്ത് ചെയ്തതിൻ്റെ വിയും യുവും കിട്ടും. പിന്നെ എന്താണ് x is equal to π/2 x is equal to minus π/2 വിൻ്റെയും യുവിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. വാല്യൂ കണ്ടുപിടിക്കുക, അവിടെ നിർത്തുക. അത്രേ ഉള്ളൂ. ആ ഇക്വേഷൻ കണ്ടുപിടിക്കുക, സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനും സിമിലർ രീതിയാണ്. ജസ്റ്റ് കോസ് z വന്നു എന്നേ ഉള്ളൂ ആ ക്വസ്റ്റ്യനിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഇമേജ് കണ്ടുപിടിക്കാനാണ്. ഇക്വേഷൻ തന്നിട്ടുണ്ട് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ആദ്യം ഫോർ അണ്ടർ ദ മാപ്പിംഗ് w is equal to e raised to z. ഈ w is equal to e raised to z നമ്മൾ യുവും വിയും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്താ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. സെക്കൻഡ് ഇക്വേഷൻ s ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. നേരത്തെ നമ്മൾ x ഗ്രേറ്റർ ദാൻ 1 x ഗ്രേറ്റർ ദാൻ 0 എന്നൊക്കെ ചെയ്തില്ലേ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ. അപ്പം w is equal to e raised to z. നമുക്ക് അതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. e raised to z എന്ന് പറഞ്ഞാൽ e raised to x plus iy. അപ്പം എന്താണ് ex into eiy ആണല്ലോ ഈ പ്ലസ് വരാൻ കാരണം. അപ്പം e raised to iy എന്ന് പറയുന്നത് cos y plus i sin y ആണ്. അതൊരു ഇക്വേഷനാണ്. അപ്പം നമുക്ക് u എന്ന് പറയുന്നത് ex cos yയും v എന്ന് പറയുന്നതാണ് ex sin yയും. പിന്നെ ഇനി എനിക്ക് ഇതിനൊരു ഇക്വേഷൻ ആക്കണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ ആദ്യം ഞാൻ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പോൾ എന്താണ് എക്സിന് ഇവിടെ ഈക്വൽ ടു -1 വരാമല്ലോ. അപ്പോൾ ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു -1 എന്നിട്ടു. യുക്കും വിക്കും ഒരു വാല്യൂ കണ്ടുപിടിച്ചു എക്സിൻ്റെ സ്ഥലത്ത് -1 ഇട്ടിട്ട്. എന്നിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ, ഇവിടെ ഞാൻ ഇക്വേഷൻ ഉപയോഗിക്കണം എന്നാലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ ഇത് എന്ത് ലൈനാണെന്ന്.
cos square plus sin square is equal to 1 ആണെന്ന് എനിക്കറിയാം. അപ്പം എന്ത് ചെയ്ത് ഈ cos y എന്ന് പറയുന്നത് u by e raised to minus 1 താഴെ പോകുന്നതല്ലേ, ഇവിടെയും sin y എന്ന് പറഞ്ഞാൽ v by e raised to minus 1 അല്ലേ. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. യു സ്ക്വയർ പ്ലസ് വി സ്ക്വയറിന് എനിക്കൊരു ഇക്വേഷൻ കിട്ടി. അതുപോലെ ഞാൻ എന്ത് ചെയ്തു, നെക്സ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഞാനൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഈ രണ്ട് സർക്കിൾസിൻ്റെ ഇടയിലാണ് എൻ്റെ ഇമേജ് എന്ന് ഞാൻ അവിടെ അങ്ങോട്ട് എഴുതി വെച്ചു. അത്രേ ഉള്ളൂ. സർക്കിൾ എന്ന് പോലെ എഴുതണ്ട, ഈ രണ്ട് റീജിയൻസിൻ്റെ ഇടയിലാണ് എൻ്റെ ഇമേജ് വരുന്നതെന്ന് എഴുതി വെച്ചാലും മതി. അവിടെ ഈ പ്രോബ്ലംസ് ഒക്കെ ഒരുമാതിരി തോന്നാം, ബട്ട് ഇതൊക്കെ ചെയ്ത് പഠിച്ചാലേ മനസ്സിലാവും. കാരണം ഇങ്ങനെ കുറച്ചും ഇങ്ങനെ എഴുതി മാപ്പിംഗ് ചെയ്യാനാണ് ഈ ഫുൾ മോഡ്യൂൾ വരുന്നത്. നെക്സ്റ്റ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ബൈലീനിയർ ട്രാൻസ്ഫോർമേഷന് ഈ പോയിന്റ് ഇൻഫിനിറ്റി I0 ഇൻറ്റു പോയിന്റ് 0 I ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇസെഡ് ടു ഡബ്ല്യു നമ്മൾ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. ഭയങ്കര സിമ്പിളാണ്. Z1 is equal to infinity, Z2 is equal to I, Z3 is equal to 0 and Z4 is equal to Z. ഇങ്ങനെ എഴുതണം. അതുപോലെ W1 is equal to 0, W2 is equal to I, W3 is equal to infinity, W4 is equal to W. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. ആൻഡ് ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഈ എഴുതിയിരിക്കുന്നത്. W1 minus W3 into W2 minus W4 by W1 minus W4 into W2 minus W3 into യാട ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഇക്വേഷൻ. ഈ ഓരോ വാല്യൂസും നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് ഒരു ഇക്വേഷൻ കിട്ടും ഡബ്ല്യുവിന് ഇസഡിൻ്റെ ടേംസിൽ. അതാണ് നമ്മുടെ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നത്. ജസ്റ്റ് പോയിന്റ്സ് തരുന്നു, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു, അതിൽ നിന്ന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. അതാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ. അത്രേ ഉള്ളൂ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. സിമിലർ ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണം എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്, ഷോ ദാറ്റ് ദ ട്രാൻസ്ഫോർമേഷൻ W is equal to Z minus I by Z plus I maps the upper half plane y greater than 0 in the interior W modulus of W is equal to 1. ഇങ്ങനെ മോഡുലസ് ഓഫ് W എന്താണ്, ഇങ്ങനെ ഷോ ദാറ്റ് ദ ട്രാൻസ്ഫോർമേഷൻ അപ്പർ ഹാഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് W is equal to Z minus I by Z plus 1. ഇതിനെ ഞാൻ എന്ത് ചെയ്തു, Z is equal to W ടേംസിൽ മാറ്റണം. അപ്പം എന്താണ് ഇത് ചെയ്യാൻ, ഞാനിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ W into Z plus I is equal to Z minus I എന്ന് വന്നു. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ WZ plus IW is equal to Z minus I. അതുപോലെ WZ minus Z is equal to minus I, ഇത് അപ്പുറത്ത് പോയി, minus IW. Z into W minus 1 is equal to minus I minus IW. അപ്പോൾ Z is equal to എന്താണ്, minus I minus IW by W minus 1 വരെ ഞാൻ 1 minus W ഇങ്ങോട്ട് കൊണ്ടുകൊടുത്തു. 1 minus W കൊടുക്കുമ്പം എന്താണ്, കാരണം ഈ മൈനസ് ഇല്ലേ, ഈ മൈനസ് ഞാൻ കളഞ്ഞു, ഈ മൈനസ് ഇവിടുന്ന് കളഞ്ഞു. അതാണ് 1 minus W വന്നത്. ഈ ടോട്ടൽ മൈനസ് ഞാൻ പുറത്തെടുത്ത ഇതകത്ത് പ്ലസ് ആവും. അതാണ് എൻ്റെ Z is equal to. Z ബാർ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ താഴെ ഫുൾ മുകളിലും താഴെ എന്താണ് W ബാറും ആക്കണം, മൈനസും ഇട്ട് കൊടുക്കണം. അതാണ് Z ബാർ എന്ന് പറയുന്നത്. അത് ആലോചിച്ചോണേ. ഐക്കൊക്കെ മൈനസും ഇട്ട് കൊടുക്കണം. എന്നുവെച്ചാൽ ടോട്ടൽ ഇക്വേഷൻ നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഡബ്ല്യുവിന് W ബാർ എന്നും എഴുതണം, ഇസഡിന് Z ബാർ എന്നും എഴുതണം. അതാണ് നമ്മുടെ Z ബാറിൻ്റെ ഇക്വേഷൻ. Z കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് അപ്പുറത്തെ W ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് കേട്ടോ ഇത്. പിന്നെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ഇക്വേഷൻ തന്നു, ഹാഫ് പ്ലെയിൻ y greater than 0 തന്നിട്ടുണ്ട്. നെക്സ്റ്റ് Z minus Z bar by 2y greater than 0. ഇത് ആ ഇക്വേഷനാണ് വൈൻ്റെ. ഇതിങ്ങനെ തന്നെ പഠിക്കണം. Z minus Z bar by 2y greater, വൈൻ്റെ ഇക്വേഷൻ ആണ് Z minus Z bar by 2y ആണ്. ഇനി ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് Z Z ബാറും ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് അവർ പറഞ്ഞ പോലെ മോഡുലസ് ഓഫ് W ലെസ് ദാൻ 1 എന്ന് തന്നെ കിട്ടും. അപ്പം ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്, നമ്മൾ ആദ്യം W is equal to Z ടേംസ് തന്നിട്ടുണ്ട്. ഇസഡിനെ എന്താണ് ഡബ്ല്യുവിൻ്റെ ടേംസിലാക്കണം. എന്ന് പറയുമ്പോൾ ഇസഡും Z ബാറും കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന ഇക്വേഷൻ ഏതാന്ന് നോക്കുക, y greater than 0. y എന്ന് പറയുന്നത് Z minus Z bar by 2y ആണ്. അതിൻ്റെ Z ബാറിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തന്ന സാധനം എന്താണ് നമ്മൾ ഷോ ചെയ്യാൻ അവിടെ നോക്കുക. അത്രേ ഉള്ളൂ. സെയിം രീതിയിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഇവിടെ നമുക്ക് തന്നേക്കുന്നതും y ഗ്രേറ്റർ ദാൻ 0 കാണിക്കാനാണ്. w is equal to z by 1 minus z. ഇത് നമ്മൾ എന്ത് ചെയ്തു, z ടു z ബാറിന്റെ ടേംസിലാക്കി y ഗ്രേറ്റർ ദാൻ 0. അപ്പൊ എന്താണ് z മൈനസ് z ബാർ ബൈ 2y ഗ്രേറ്റർ ദാൻ 0. z ടു z ബാറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഫുൾ റീഅറേഞ്ച് ചെയ്തു. അപ്പൊ എനിക്ക് ലാസ്റ്റ് ഒരു ഇക്വേഷൻ കിട്ടി v ഗ്രേറ്റർ ദാൻ 0. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് അങ്ങോട്ടുള്ള താഴോട്ടുള്ള ക്വസ്റ്റ്യൻസും. നോക്കിയിരുന്നാൽ മതി. അല്ല സോറി, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യന്, ഇത് തീർന്ന്. ഓക്കെ, അപ്പം ഇതായിരുന്നു ദിസ് മോഡ്യൂള്. ഇത് 2 ദിവസം ചെയ്ത് പഠിച്ചാലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്.